അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈദുമൂൻ്റെ ഈ അന്തം വിട്ട മുഖമായിട്ടൊന്ന് തുടങ്ങിയാലോ. അപ്പോൾ ഇതാ അവൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ, പല്ലും തേച്ചിട്ടില്ല. അപ്പോൾ അപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവളിങ്ങനെ അന്തം വിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ പണികളുണ്ട്. മഞ്ചേരി പോകണം, ഇപ്പാനെ ചെക്കപ്പിനെ കൊണ്ടുപോകുന്ന ദിവസമാണ്. എല്ലാ മാസവും ഒരു 20-21 തീയതിയാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 മാസമായിട്ടുള്ളൂ കറക്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. കാരണം അപ്പോൾ ഡോക്ടറെ കാണിക്കുക, അതിനിങ്ങനെ കറക്റ്റ് ഗുളിക കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ താല്പര്യമുള്ള വിഷയമല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചീത്ത പറഞ്ഞിട്ടും കുറേ പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു കറക്റ്റ് ഇപ്പോൾ ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോകാമെന്ന് കരുതി പറഞ്ഞപ്പം അങ്ങനെ പോകാനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇതും നീനുവിനെയൊക്കെ എഴുന്നേൽപ്പിച്ച്, കാരണം ഇവിടെ നിന്ന് ഒരു 9-9:30 പോകണം. 11 മണിക്കാണ് ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ നേരത്തെ ഞാൻ എഴുന്നേൽപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വേഗം വന്നത് ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചത് തലേന്ന് രാത്രി കുറച്ച് നേരം വൈകിയതുകൊണ്ടോ അത് രാവിലെ നേരത്തെ ചുട്ടതുകൊണ്ടെന്നറിയില്ല, ഇഡ്ഡലിക്ക് സോഫ്റ്റ് കുറച്ച് കുറവുണ്ട്, കട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി ഇന്നലെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ന് രാവിലെ പോകാനുണ്ട് എന്ന് എനിക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇന്നലെ ആവശ്യത്തിനെടുത്ത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇന്നിപ്പോൾ നന്നാക്കി ചൂടാക്കി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബീഫ്, ഇത് വേറെ പെരുന്നാക്കത്തെ ആ ബീഫാണ് കേട്ടോ. അപ്പം ഞാൻ ആ ബീഫ് കുറച്ച് നീനൂട്ടി വരുമ്പോൾ കുറച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് പൊരിച്ച് വെളിച്ചെണ്ണയൊക്കെ പാകം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്തു. അങ്ങനെ അതൊക്കെ അവർ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാനും വേഗം കിച്ചണൊക്കെ ക്ലീനാക്കി അടിച്ചു തുടക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. കാരണം അതൊക്കെ ചെയ്യാൻ നിന്നാൽ പിന്നെ നമുക്കിന്ന് പോകാൻ കഴിയില്ല. എനിക്ക് ഇവിടുന്ന് ഒരു 9-9:30 ഇറങ്ങണം. ഇന്ന് ഇതുമുന്നേ സ്കൂൾക്കും പറഞ്ഞു വെച്ചിട്ടില്ലേ. കാരണം ഇന്ന് പള്ളി ഉള്ളത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയുള്ള ദിവസം ആയതുകൊണ്ട് 12 മണി മുതൽ 2 മണി വരെ ഒഴിവാണ്. 2 മണിക്കൂറോളം ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും എന്തെങ്കിലും കുരുത്തക്കേട് ഒളപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാ ദിവസമാണെങ്കിൽ നമുക്കിപ്പോൾ 1 മണി മുതൽ 2 മണി വരെ ഉള്ളൂ ഒഴിവ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് പിന്നെ അത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല. വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ നടക്കുമ്പോൾ ഇത് അങ്ങനെയല്ല, 2 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നാൽ ഓളും പോന്നോട്ടെ എന്ന് കരുതിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഞാൻ ഇന്ന് ഇട്ട ഡ്രസ്സില്ലേ, ടൈറ്റായിട്ട് കുറേ കാലമായിട്ട് ഇടാതെ മാറ്റി വെച്ചൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മിനിയാന്ന് നമ്മൾ മൊത്തത്തിൽ മുകളിൽ ഒക്കെ ഒന്ന് നന്നാക്കിയപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു 3-4 ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് വയറിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ടൈറ്റ് തോന്നി. എന്നാലും ഒരു വെള്ളയും ഈ ഒരു കറുപ്പും വെള്ളയും കിട്ടി. അതിൽ 2 ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പോകുമ്പോൾ ഇതിലേതെങ്കിലും ഇടാമെന്ന്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നീനുനും ഇതുമൂനൊക്കെ ഇഷ്ടമായത് ഈ ഒരു ബ്ലാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഞാൻ ബ്ലാക്ക് ഇട്ട്. അതേപോലെ തന്നെ ആ പാൻറ്റും എനിക്ക് ടൈറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പം എല്ലാവരും കൂടി പോകുമ്പോൾ ഞങ്ങൾ കാറിലല്ല കേട്ടോ പോകണം. മൂപ്പർക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. പിന്നെ ആ പള്ളിയിൽ പോകുമ്പോൾ ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്തൊക്കെ കബറില്ല അങ്ങോട്ടൊക്കെ പോകാനുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച പോരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഉടുക്ക് പോരാനായാലും മടിയാണ്. അപ്പോൾ ഞാനും നിർബന്ധിക്കലില്ല. അത്രയും നമുക്ക് പോകണം നിർബന്ധമായിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ മാത്രമേ പോവുള്ളൂ വെള്ളിയാഴ്ച. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നിർബന്ധം ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം, ഞങ്ങൾ സ്റ്റാൻഡിൽ കൊണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകണ്ടല്ലോ. അപ്പോൾ പിന്നെ വണ്ടി എടുത്തിട്ട് നേരെ ഞങ്ങളെ സ്റ്റാൻഡിൽ കൊണ്ടാക്കാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ഇനി വേഗം എന്താ പറയുക ബസ്സൊക്കെ കിട്ടി. ഞങ്ങളൊരു 10-10:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നാണ് പ്ലാന്. 11 മണി തൊട്ട് 1 മണി വരെയാണ് ഡോക്ടർ ഉള്ളത്. വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ കിട്ടാനും ഒക്കെ ഭയങ്കര പണിയാണ്. മഞ്ചേരിയിൽ ഓട്ടോറിക്ഷ അതിൻ്റെ ആൾക്കാരൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് ഇതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നേരമൊക്കെ ഭയങ്കര വെയിൽ ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ഞാൻ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വെയിൽ കണ്ടപ്പം മറന്നതാട്ടോ സത്യം പറഞ്ഞാൽ. ഒരു കുടയെങ്കിലും കൈ പിടിക്കാമായിരുന്നു, പക്ഷെ എടുത്തില്ല. പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ എത്താനായപ്പോഴാണ് ചെറിയൊരു ചാറ്റിൽ ഈ ഒരു കണ്ടോ ചെറിയൊരു ചാറ്റിലൊക്കെ വന്നിട്ട് അപ്പോഴാണ് ഓർമ്മ എന്താ കുട എടുത്തില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ പോരുന്ന വെഹിക്കിൾ ഞങ്ങൾ ബസ് ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു ചെറിയ കട ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ നീനുട്ടിക്ക് പിന്നെ എന്തോ ഒരു ബിസ്ക്കറ്റ് കണ്ടപ്പോൾ അത് മതിയായിരുന്നു. ഇതും പിന്നെ ഡയറി മിൽക്ക് മതിയായിരുന്നു. പിന്നെ നമ്മളെന്തായിരിക്കും വാങ്ങുക, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു കടലമുട്ടായി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് വാങ്ങിയപ്പോഴാണ് തേൻ മുട്ടായി കണ്ടത് കേട്ടോ. അപ്പം അപ്പുറത്ത് കണ്ടോ തേൻമുട്ടായി, ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന ആ ഒരു തേൻമുട്ടായി അത് അതും വാങ്ങി. പിന്നെ ഇമ്മാക്കും ഉപ്പാക്കും ഓരോ മഞ്ച് വാങ്ങിയിട്ടോ. അവൾക്ക് ഇമ്മാക്ക് ഭയങ്കര ഇഷ്ടം മഞ്ച്. അപ്പോൾ ഞാൻ ഇമ്മാക്കും ഉപ്പാക്കും അതാ വാങ്ങല. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വന്ന്. ഈ നീലു ഇവിടെ അല്ല, നീലു നാനി ഇവിടെ ഇല്ല കേട്ടോ. ആരുമില്ല. നുജൂമ് ചെന്നൈയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. ഞായറാഴ്ച എത്തുള്ളൂ. അപ്പോൾ ആ 2 ദിവസം ഞാൻ അവളെ വീട്ടിൽ നിൽക്കാൻ പോയതാണ്. അപ്പോൾ ആരുമില്ല കേട്ടോ. പക്ഷേ ഇമ്മ ഇവിടെ അടിപൊളിയായിട്ട് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന
വിചാരിച്ചിട്ട് മാത്രമല്ല നീനും കൂടി ഉള്ളതല്ലേ, അതോടൊക്കെ. കാരണം നീന് പെരുന്നാക്കൊന്നും വന്നിട്ടില്ലല്ലോ, ബിരിയാണി ഒന്നൊക്കെ ഉമ്മാൻ്റെ ബിരിയാണി ഇവൾ കഴിച്ചിട്ട് ഓൾറെഡി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെരുന്നാക്കോൾ വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഇപ്പാനെയും കൊണ്ട് ഡോക്ടറെ കാട്ടി വന്നതിന് ശേഷമാണ് കേട്ടോ. വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഉള്ള ഓട്ടോറിക്ഷയ്ക്കൊക്കെ വിളിച്ചു നോക്കിയോ, എല്ലാ ഓട്ടോറിക്ഷക്കാർ പള്ളിയിൽ പോലും പിന്നെ എന്താ പറയുക അവിടെ വീട്ടിലില്ല കേട്ടോ, എല്ലാവരും പള്ളി പോകാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ വീട്ടിൽ കയറിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ കിട്ടിയേ. പിന്നെ ഏതൊക്കെയോ നമ്പറിൽ വിളിച്ച് ഓലോട് ഒരു ഓട്ടോനെ വിൽക്കാൻ പറഞ്ഞാൽ പിന്നെ ഏതോ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ഞങ്ങൾ പോയി ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി വന്നതിന് ശേഷമാണ്. അപ്പോൾ വന്നപ്പം ഇവിടെ ബിരിയാണി ദമ്മ് പൊളിക്കട്ടോ. അപ്പോൾ ഈ സമയത്ത് എനിക്ക് തുത്തൂനെ വല്ലാതെ മിസ് ചെയ്തു. കാരണം പിന്നെ ബിരിയാണി പൊളിക്കണ മുന്നിൽ ഓളുണ്ടാവും, അറിയാമല്ലോ, അവൾ വീഡിയോ കാണാൻ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടോ. പിന്നെ ഞാൻ അപ്പോൾ ആ സമയം ഞാൻ വീഡിയോ കോൾ ചെയ്ത്, പക്ഷേ കിട്ടിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഓൾ തിരിച്ചു കണ്ട് വീഡിയോ കോൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി ദമ്മ് പൊളിക്കണ നേരത്തെ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ അവിടെ ഇതും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നീനും എന്തോ മോൾക്ക് പോയിട്ടുണ്ട്. അവൾക്ക് ചെറുതായിട്ട് പാട്ട് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ എന്താ പറയുക, നമ്മളെ ആ ഒരു മിന്നൽ വേള പാട്ടില്ലേ, ആ പാട്ട് പിന്നെ ഓളൊന്നും ഇങ്ങനെ ജസ്റ്റ് പാടി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാടാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവൾ മോൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്ത് ഞാൻ നിന്ന് എനിക്ക് ഭയങ്കര വിശപ്പിട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച മിസ് കോൾ കണ്ട് പിന്നെ തുത്തും കണ്ട് തിരിച്ച് വിളിച്ചു. അപ്പോഴേനെ ഞങ്ങൾ കുറേ നേരം പിന്നെ ഞാൻ ബിരിയാണി ദമ്മ് പൊളിക്കണത് കണ്ടപ്പോൾ വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നേരം പിന്നെ ഓളോട് സംസാരിച്ചിരുന്ന് അതിന് ശേഷം ഞാനിതാ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. നീനുവിനെ കാത്തുനിന്ന് ഞാൻ കുഴങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എത്തിയിട്ട് ചായ കുടിക്കാമെന്നൊക്കെ കരുതി. ഒന്നാമത് എന്താ വെച്ചാൽ ഇന്നലെ ചീറ്റഡേ ആയിരുന്നല്ലോ. ഇന്നലെ ഞാൻ ഓരോന്ന് വാരി വലിച്ച് കഴിച്ചതല്ലേ എന്ന് കരുതി ഇന്ന് നല്ല സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് തുടങ്ങാമെന്നൊക്കെ കരുതി വിചാരിച്ചതാണ്. അപ്പോൾ രാവിലെ ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ഇനി ഇവിടെ വന്നിട്ട് മാനത്ത് നിന്ന് വന്നിട്ട് ചായ കുടിക്കാമെന്നൊക്കെ കരുതി അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കടലമുട്ടായി കഴിച്ചു. പിന്നെ ആ തേമുട്ടായൊക്കെ കഴിച്ചപ്പോൾ അപ്പോൾ അതോടുകൂടി എൻ്റെ ഡയറ്റ് പൊട്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നും കൂടി അങ്ങോട്ട് ചീറ്റഡേ ആക്കാമെന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണി വേണ്ട, എനിക്ക് മസാല മാത്രം മതി ഇമ്മ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയാം എനിക്ക് മന്തിയൊക്കെ തിന്നാൻ കഴിയുമല്ലോ, എനിക്ക് മുട്ടായി തിന്നാൻ കഴിയും, എനിക്ക് പിന്നെ എന്താ പറയുക ചോക്ലേറ്റ് തിന്നാം, അതൊക്കെ തിന്നാം, എൻ്റെ ബിരിയാണി എനിക്ക് തിന്നാൻ കഴിയില്ല എൻ്റെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബിരിയാണി എടുത്ത് പോന്നു കേട്ടോ. ശരിയാണല്ലോ ഉമ്മ പറയണത് എന്നൊക്കെ എനിക്ക് തോന്നി. കാരണം ബാക്കിയുള്ളതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി വേണ്ട, ചോറ് മാത്രം ഇതെന്തപ്പോൾ ഇത് കഴിക്കാതെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഉമ്മ എൻ്റെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ വേഗം പിന്നെ ഒരു പ്ലേറ്റിൽ ബിരിയാണിയൊക്കെ എടുത്തു പപ്പടമൊക്കെ കൂട്ടി ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി തൈരൊക്കെ കുഴച്ചടിക്കുകയാണ്. അപ്പോൾ ഇന്നും കൂടി നമ്മുടെ എന്താ പറയുക ചീറ്റ് ഡേ ആയി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും എന്ത് കാര്യം വന്നാലും നാളെ മുതൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ ഒരു മുൻകൂർ ജാമ്യം വാങ്ങാണ് കേട്ടോ. കാരണം ബിരിയാണീൻ്റെ ആ ദം പൊളിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി പറയുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ദം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ നിൽക്കാൻ വരുന്ന ഒരു ദിവസം ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ ഒരു പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഉമ്മ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഞാനിത് എന്തായാലും ഉമ്മ ഉണ്ടാക്കണ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതാണ് കേട്ടോ. കാരണം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. 1-2 ആൾക്കാരല്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡ് നല്ല ടേസ്റ്റായിട്ട് നല്ല ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കഴിയാനായപ്പോഴാട്ടോ നീനു വന്നപ്പോൾ നീനു എന്നോട് കുറേ ചെയ്തിരുന്നു, ചിന്ന കാത്ത് ഫുഡ് കഴിക്കുക എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറേ നേരം കാത്തുന്നത് നീനോ എനിക്ക് വിശന്നിട്ട് പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. പിന്നെ നമ്മളെ ആലപ്പുഴ ജിങ്കാനല്ലേ, ആ സിനിമ കണ്ടുകൊണ്ടാണ്, അത് ഈ സോണി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടാണ് ആ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ആ സിനിമ അങ്ങോട്ട് മുഴുവനാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ ഞാൻ എടുക്കുന്നില്ലല്ലോ എന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ടാക്കി ചെയ്തിട്ടോ. അപ്പോൾ അത് എല്ലാവരും ഭയങ്കര സുഷ്കാന്തിയോടെ കാണുകയാണ് സിനിമ കേട്ടോ. പിന്നെ നീലുവിൻ്റെ സൈക്കിൾ മേലാണ് ആ ഇരിക്കുന്നത്. ഞാൻ പിന്നെ ചീത്ത പറഞ്ഞ അവളെ എഴുന്നേൽപ്പിച്ചിട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ നീനും ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ സിനിമ കണ്ട് അങ്ങനെ പിന്നെ ഫുള്ളും
ആ ഫുള്ള് സിനിമ ഇരുന്ന് അങ്ങോട്ട് കണ്ടു കേട്ടോ. പിന്നെ ഒരു 4 മണി 4:30 ആ സമയത്താണ് സിനിമ കഴിഞ്ഞത് കേട്ടോ. കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല രാവിലെ ഞാൻ വന്നപ്പോൾ വേഗം ചായ ഉണ്ടാക്കട്ടെ വിചാരിച്ച് കിച്ചണിക്ക് ഓടിയപ്പോൾ ഉമ്മ പാലില്ല, പാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാരണം ഞാൻ അരീക്കോട് പോരുമ്പോൾ ഇവിടെ വന്നിട്ട് വേണം പാൽ ചായ കുടിക്കാനെന്നൊക്കെ കരുതി പോകുന്നതായിരുന്നു. ഇവിടെ വന്ന് പാലില്ലാണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അമ്മാനോട് കുറേ കച്ചവടം ഇട്ടിട്ട് പാലില്ല, എന്താ പാൽ വാങ്ങി വെക്കാൻ, നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് വന്നാൽ പാൽ വേണ്ടി വരുന്നൊക്കെ ചായ വേണ്ടി വരുന്ന അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കച്ചറ കൂടിയപ്പം ഞാൻ ഇപ്പാനെ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഉമ്മ പാലൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതല്ലേ, ഇനി എനിക്ക് ഞാൻ ഒന്നും കഴിക്കില്ല എന്നപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറയാം, ഇനി ആ പാൽ കൊണ്ടുവച്ചിട്ടുണ്ട്, പാലുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചിട്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല. കാരണം അമ്മാര് പിന്നെ ദേഷ്യമാണ് ഞാൻ രാവിലെ ചൂടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ചായ കുടിക്കാതെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക ചായ എല്ലാവർക്കും ഉണ്ടാക്കി കേട്ടോ. ഉമ്മാക്കും ഉണ്ടാക്കി, ഇനൂനും ഇതുമ്മൂനും എനിക്കും എല്ലാവർക്കും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും കുടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്നാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റേ ബേക്കറി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് നീനുവിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുറേ ലിസ്റ്റൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ബാഗ്, പിന്നെ കുറേ ഓളെ മുഖത്തേക്കണ സൺസ്ക്രീം കഴിഞ്ഞിട്ടുണ്ട്, മറ്റേത് അത് ഇതെന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മണി ആ സമയത്തായിട്ട് ഇറങ്ങുന്നത്. ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം ഇപ്പാനെ ഡോക്ടറെ കാട്ടിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഷുഗറൊക്കെ കുറച്ച് കൂടുതലായിരുന്നു, അതിന് ഇൻസുലിൻ വെക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം ഇപ്പോൾ നല്ല കൺട്രോളൊക്കെ ചെയ്ത് ഫുഡൊക്കെ നിയന്ത്രിച്ച് ആ ഒരു നല്ല രീതിയിലായതുകൊണ്ട് ഷുഗറൊക്കെ കുറഞ്ഞൊക്കെയാണ് കേട്ടോ. പ്രഷറും ഷുഗറും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറഞ്ഞതുകൊണ്ട് ഡോക്ടറും വല്ലാതെ ഒന്നും പറഞ്ഞില്ല, എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ ഒക്കെ കിട്ടി ചെന്നപ്പോഴേക്കും തന്നെ പിന്നെ കാരണം ഞങ്ങളുടെ നമ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കാണിച്ചു. അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ അവിടെ നമ്മൾ പോസ്റ്റ് ആയാലല്ലേ വീഡിയോ എടുക്കേണ്ട ഒരു സന്ദർഭം ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും വന്നില്ല, നമ്മൾ അവിടെ പോസ്റ്റ് ആവേണ്ടി വന്നില്ല. വേഗം കാണിക്കാൻ പറ്റി, കാണിച്ച് വേഗം ഡോക്ടർ പിന്നെ മരുന്നൊക്കെ വാങ്ങി വന്നിട്ടു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ചെറുതായിട്ട് ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഇടും കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 5:30 ഞങ്ങൾ 5-5:15 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ റോട്ടിൽ കൂടെ ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കണ്ടല്ലോ എന്ന് കരുതി അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതും ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടെ ഒരുക്ക് കൂട്ടി നമുക്കൊരു ഷോർട്സ് ആക്കി ഇടാം അല്ലേ. അപ്പോൾ വാങ്ങി എല്ലാം കൂടി സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നീനുവിന് വിശക്കണു എന്ന് പറഞ്ഞ് എന്തെങ്കിലും ജ്യൂസ് വാങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞു. അവസാനം ജ്യൂസിലല്ല ഞങ്ങൾ കോഫിയിലെത്തി. കോഫി 3 ആളും ഓരോ കോഫി കുടിച്ച് പിന്നെ ഞാൻ ഒരു പഴംപൊരി വാങ്ങി, രണ്ടാളും ഓരോ ബ്രോസ്റ്റ് വാങ്ങിയിട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ പഴംപൊരി കഴിക്കാനാണ് തോന്നിയത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ സ്റ്റാൻഡിലേക്ക് പോയി. ലാസ്റ്റ് ബസ്സിനാട്ടോ പോകുന്നത്. കാരണം പോരുന്ന വേഗം സ്റ്റാൻഡിൽ പോയിട്ട് ഫോണിൻ്റെ കവർ കണ്ടിപ്പോൾ കാണിച്ചിട്ടില്ല, ഫോണിൻ്റെ കവർ പറ്റ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി ഞങ്ങൾ എന്താ പറയുക അവസാനത്തെ ബസ്സിൽ മഞ്ചേരിക്കുള്ള അവസാനത്തെ ബസ്സിൽ കയറി ഇതാ അവിടെ എത്തി. 8:30 ആയിട്ടുണ്ട് എത്തിയപ്പോൾ കേട്ടോ. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കറണ്ട് വോൾട്ടേജ് തീരെ ഇല്ല കേട്ടോ. എന്തോ മയത്തെന്തോ പറ്റിയിട്ട് കറണ്ട് ഉണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ല വെച്ചാൽ ഇല്ല എന്നുള്ളൊരവസ്ഥ. വോൾട്ടേജ് ഇല്ല, ഫാൻ അധികം കറങ്ങണില്ല, അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം നമുക്ക് കുറേ അയൺ ചെയ്യാനുണ്ട്. ഇതിനോട് നാളെ പോകാൻ, നാളെ രാവിലെ ഫസ്റ്റ് ബസ്സിന് അതേപോലെ 5:50 ഒരു ബസ്സുണ്ട് കേട്ടോ. ആ ബസ്സിനാണ് അവൾ പോവാറുള്ളത്. 7 മണിക്കാണ് അവൾക്ക് ഡ്യൂട്ടി. അതുകൊണ്ടാട്ടോ 9 മണിക്കൊക്കെ ഡ്യൂട്ടി ആണെങ്കിൽ പിന്നെ നല്ല സുഖമാണ്. എന്നാൽ ഒരു 7:00 പോയാൽ മതി, അല്ലെങ്കിൽ 11 മണിക്ക് 2 മണിക്കൊക്കെ ഡ്യൂട്ടി. അത് ഇപ്പോൾ രാവിലെ 7 മണിക്കാട്ടോ ഡ്യൂട്ടി. അതുകൊണ്ട് പിന്നെ രാവിലെ 5:45 ബസ്സിന് പോകണം. അപ്പോൾ അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്നിട്ട് ഇരിക്കാനൊന്നും സമയമല്ല കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഉണ്ട് ഇവിടെ എന്താ പറയുക ഇറച്ചിപ്പത്തിരി കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ അമ്മൂന് ഇന്ന് വന്നപ്പോൾ കൊണ്ടുവച്ചതാണ് കേട്ടോ. പള്ളിക്ക് പോകാൻ വേണ്ടി വന്നപ്പം കൊണ്ടുവച്ച് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അത് വന്നപ്പോൾ അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതും കഴിച്ചു. അങ്ങനെ ഇന്ന് മൊത്തത്തിൽ നല്ല കഴിപ്പായിരുന്നു കേട്ടോ. നാളത്തെ വെയിറ്റ് എന്താവും എനിക്കറിയില്ല. എന്തായാലും ഒരു 2 കിലോ കൂടി ഇന്നായിട്ടുള്ള നല്ല ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ 2 കിലോ പോലും കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒരുമാതിരി ഡയറ്റായി പോയില്ലേ. ഞാൻ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ചീറ്റാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നും കൂടി അത് ചെയ്ത് ഇപ്പം വിചാരിക്കാതെ ചീറ്റായതാണ് കേട്ടോ. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ടപ്പോൾ ഓരോന്ന് കഴിച്ചു. അങ്ങനെ ഞാൻ പിന്നെ കറണ്ട് ഒരുവിധം 9:30 ആയപ്പം കറണ്ട് ശരിക്കും വന്നു. വോൾട്ടേജൊക്കെ
ക്ലിയർ ആയി വന്നു. അപ്പോൾ ഞാൻ വേഗം പോയി അവളതൊക്കെ പാക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഓള് പിന്നെ എന്താ പറയുക, ഓളൊന്ന് വന്നേക്കൊന്ന് കടന്ന് ഉറങ്ങി വന്ന് എണീച്ച് ഇപ്പോൾ ദാ എനിക്ക് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം ഈ ഒരു ബാഗ് കാണിക്കട്ടോ. അപ്പോൾ ബാഗ് കുറേ ആയി ഇങ്ങനെ പറയണു, എൻ്റെ പഴയ ബാഗായിരുന്നു അവൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ശമ്പളമൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ ഞാൻ കരുതി ഒക്കെ ബാഗൊക്കെ വാങ്ങാം, എന്നാൽ വാങ്ങിയൊക്കെ എനിക്ക് ഇഷ്ടം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനെ ഞാൻ വാങ്ങുന്ന സംഭവങ്ങളൊക്കെ ഷോർട്ട്സാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ബാഗ് ആണ് കേട്ടോ, നല്ല ലെതറിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. 880 രൂപയാണ് കേട്ടോ അതിനായത്. ആ ബാഗിന് കുഴപ്പമില്ലാത്ത ബാഗാണ്, നല്ല 2 അറയും 3-4 അറയൊക്കെ ഉണ്ട്, പേഴ്സും ചെറിയ അറകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ മഞ്ചേരി സീനത്തിൽ പോയിട്ടാണ് വാങ്ങിയത്, സീനത്ത് ഫുഡ് വെയറിൻ്റെ അവിടെ പോയിട്ടാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു നട്ട്സിൻ്റെയൊക്കെ, അപ്പോൾ ഞാൻ കരുതി അതും കൂടി വാങ്ങാം, ഇനിയിപ്പോൾ അരീക്കോട് അതിനായിട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് നട്ട്സും ഈത്തപ്പഴമൊക്കെ വാങ്ങി അവിടുന്ന് തന്നെ വാങ്ങിയിട്ടോ. പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കവർ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞാണ്ട് ഇതും പിരാത് കാട്ടുന്നത്. അപ്പോൾ നീನು പറഞ്ഞു ഞാൻ പൊട്ടിക്കാമെന്ന് കണ്ട് അങ്ങോട്ട് കൊണ്ട് രണ്ടാൾ കച്ചറായി. പക്ഷേ ഞാൻ ഈ ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല, ഇവിടുത്തെ കുറച്ച് അലമ്പ് പരിപാടികളൊക്കെ അതും നിങ്ങൾ കാണണ്ടേ. അപ്പോൾ നീನು പറഞ്ഞു ഞാൻ മുണ്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുമ്മ ഒന്ന് ഈ പൊട്ടിച്ചില്ലേ, ഒന്ന് ഇതുമ്മ പൊട്ടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കവർ നമ്മൾ പൊട്ടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫാൻസിന്ന് വാങ്ങിയത്. പക്ഷേ കുറച്ച് സാധനങ്ങളുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നല്ല റേറ്റ്, ഒരു 3500 രൂപയോളം നമുക്കവിടെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതാ ഈ ഒരു മാല, ഇത് റോസ് ഗോൾഡ് മോഡൽ എന്താ ആ ഒരു സംഭവം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതും മൂന്നായിട്ട് ഇതും കുറേ ആയി ഇങ്ങനത്തെ മാല വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് വാങ്ങി. ഇത് ഈ മൊക്കനൊക്കെ യൂണിഫോമിൻ്റെ മൊക്കന കുത്താൻ വേണ്ടിയിട്ടുള്ള മൊക്കന കുത്തുന്ന ആ ഒരു പിന്നുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് നോക്ക് വാങ്ങി. അതാണ് ഇതും മൂന്ന് വാങ്ങിയത്. പിന്നെ ഇതാണ് നമ്മൾ സൺസ്ക്രീൻ വാങ്ങിയത്. സൺസ്ക്രീമിൻ്റെ വലിയത് കണ്ടപ്പോൾ ഞാൻ വേഗം വാങ്ങി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങണ്ടല്ലോ എന്ന് കരുതി വാങ്ങിയിട്ട് ഇതിൻ്റെ വില കണ്ടോ, 780 രൂപയാണ്. പിന്നെ ഇത് നമ്മളൊരു ഫേസ് പാക്ക് കേട്ടോ. അപ്പോൾ കുറേ ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് നല്ലതാണ് എന്നുള്ള റിവ്യൂ കാര്യങ്ങൾ പിന്നെ മോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് തേച്ചൊക്കെ ഇപ്പോൾ അതും നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ ഫേസ് പാക്ക്. അതും വാങ്ങി. പിന്നെ ഇതാ രണ്ട് കളറിലുള്ള ലിപ്സ്റ്റിക്കും നല്ല കളർ കിട്ടിയ നല്ല അടിപൊളി കളറായിരുന്നു. ഇന്ന് അവൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ലിപ്സ്റ്റിക്ക് വാങ്ങി. പിന്നെ ഒരു ഐലൈനർ വാങ്ങി. പിന്നെ ഞാനിതാ ഈ ഒരു കമ്മൽ വാങ്ങിയിട്ടാണ്. കാരണം ഇപ്പോൾ ഞാൻ കമ്മൽ ഇടുന്നതുകൊണ്ട് എവിടെയെങ്കിലും നല്ല കമ്മൽ കാണുകയാണെങ്കിൽ, നല്ല ഭംഗിയുള്ള കമ്മൽ കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങി വെക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, നല്ല നല്ല പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കമ്മല രണ്ടും നീനൂട്ടിൻ്റെതാട്ടോ. അവൾക്ക് അവിടെ സിമ്പിളായിട്ടുള്ള ചെറിയ കമ്മലൊക്കെ ഇടാൻ പറ്റുള്ളൂ, അങ്ങനെ തൂങ്ങി നിൽക്കുന്ന കമ്മലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 2 നല്ല ഭംഗിയുള്ള ചെറിയ കമ്മല വാങ്ങി. പിന്നെ ഈ കാണുന്നത് എന്താ വെച്ചാൽ രാത്രി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കിടക്കാനുള്ള സംഭവം കേട്ടോ. സ്കിന്നൊക്കെ നന്നായിട്ട് വരാനും നമ്മൾ ഡാർക്ക് നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള പിന്നെ ഇത് വരില്ലേ, ടാൻ വരില്ല, അതൊക്കെ പോവാൻ രാത്രി നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് കിടക്കാൻ നേരെ തേച്ച് കിടക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അത്. പിന്നെ നല്ല അടിപൊളി പെർഫ്യൂം വാങ്ങി, നല്ല മണമുള്ള പെർഫ്യൂം കിട്ടി കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ കുറേ നോക്കിയാണ് കിട്ടിയത്. നല്ല മണം ഉണ്ടായിരുന്നു, ഭയങ്കര മണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ മണം. ഇതിനിപ്പോൾ എത്ര ആയത്, ഒരു 300 രൂപ 300 സംതിങ് എന്തോ ആയിട്ടോ. അത് വാങ്ങി. പിന്നെ ആ മുഖത്ത് രാത്രി തേക്കാനുള്ളത് സ്ഥിരമായിട്ട് 2 ആഴ്ച ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ തേച്ച് നോക്കാം. പിന്നെ അവൾ ക്രീമൊക്കെ തേച്ച് എന്താ പറയുക മാറ്റി നമ്മൾ എവിടേക്കെങ്കിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി മാറ്റിയതിന് ശേഷം തേക്കുന്ന ഒരു ഗ്ലോ ആവാൻ തേക്കുന്നൊരു ക്രീം വാങ്ങിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒക്കെ വാങ്ങി. ഇനി അതൊക്കെ ഉള്ള കൊണ്ടുപോകാൻ പാക്ക് ചെയ്യണം. അപ്പോൾ മുഖത്തുള്ള വെളിച്ചെണ്ണ തേച്ചിട്ട് കുറച്ച് നേരം മുഖത്ത് വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു ഇത് ഇവിടെ നിന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്ക് എന്താ വെച്ചാൽ നമുക്ക് സ്ഥിരം എന്നും ഉപയോഗിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അവിടുന്ന് ഇപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, അവിടുന്ന് ഒന്നരാടെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ, മുഖം പിന്നെ എന്താ പറയുക എപ്പോഴും വൃത്തിയാക്കി കൊണ്ടെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളവർക്ക് തേക്കുന്നുണ്ട്. നമ്മുടെ മേശപ്പുറത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും എവിടെ പോയി വന്നാലും എന്ത് ചെയ്താലും ഈ മേശപ്പുറം പിന്നെ ഇവിടെ ആകെ അങ്ങനെ പരത്തി കിടക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള പരിപാടി. അപ്പോൾ ഞാൻ കരുതും എന്തെങ്കിലും ചെയ്യട്ടെ, അവളൊക്കെ പോയിട്ട് നമുക്കിവിടെ ക്ലീൻ ആക്കാമെന്ന് കരുതി. മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് അടങ്ങേറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നും പറയാൻ പോയില്ല കേട്ടോ. ഞാൻ നേരെ പോയി ഞാൻ വാങ്ങിയ ഈത്തപ്പഴം ബദാമൊക്കെ ഓരോ പാത്രത്തിലാക്കി വെച്ച് നീനെ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്കാക്കി വെച്ചിട്ട് അപ്പോഴാണ് ഓൾ എന്ത് ചെയ്തത്, ഓളെ ഫേസ് പാക്ക് എടുത്തത്
കുറച്ച് കൂടിപ്പോയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇമ്മച്ചി തേച്ച് നോക്ക്, ഇമ്മച്ചിക്കും നല്ലതാണ്, മുഖം നന്നായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവൾ എൻ്റെ മുഖത്ത് ബാക്കിയുള്ളത് വാരി തേച്ച കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഇതെന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പല്ല് തേക്കാനുള്ള നമ്മളെ മുഖത്ത് പല്ലിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും തേച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ യൂസ് ചെയ്ത സംഭവമാണ് കേട്ടോ. എന്തൊക്കെയാ വെച്ചാൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, നമ്മൾ പിന്നെ പല്ലേക്കുന്ന പേസ്റ്റില്ലേ, ഈ 4 സംഭവങ്ങളും ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞാൽ വെളിച്ചെണ്ണയിലാട്ടോ മിക്സ് ചെയ്യുക, വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല കേട്ടോ. നല്ല മിക്സ് ചെയ്ത് നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കി ഫ്രിഡ്ജിൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ രാത്രി പല്ലേക്ക്, രാത്രി നല്ല രാവിലെ ആയാലും കുഴപ്പമില്ല, നമ്മൾ പേസ്റ്റിന് പകരം നമ്മൾ പല്ല് തേച്ച് നമുക്ക് ആ പല്ലത്തെ കറയൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്താ പറയുക ഫലം കിട്ടിയൊരു സംഭവമാണ്. എൻ്റെ പല്ലിൻ്റെ അടിയിൽ നല്ല കറ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിച്ചത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. കിടക്ക് 4 മണിക്ക് 4:30 എഴുന്നേൽക്കാനുള്ളതാണ്, നമുക്ക് ഫസ്റ്റ് ബസ്സിന് പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നും ഞാൻ ചീറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.